ഈ ബീഫിൻ്റെയൊക്കെ നാക്ക് കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ മാംസം കഴിക്കാനായിട്ട്. പക്ഷെ കുറച്ച് പണിയുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വേണം ഒന്ന് ശരിയാക്കി എടുക്കാനായിട്ട്. ചൂടുവെള്ളത്തിലിട്ടിട്ട് പോവാത്തത് കത്തി കൊണ്ടൊന്ന് ചെത്തിക്കളഞ്ഞാൽ മതി. അപ്പോൾ ആ നാക്ക് ഞാൻ നല്ല ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഒരു 10 മിനിറ്റത്തോളം ഇട്ട് വെച്ചേക്കണേന്. ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊന്ന് മറിച്ചിട്ടായിരുന്നു. നല്ല തിളച്ച വെള്ളത്തിൽ വേണം കേട്ടോ ഇടാനായിട്ട്. എന്നാലും അതങ്ങോട്ട് പോയി കിട്ടുള്ളൂ. എന്നാലും കത്തി കൊണ്ട് വടിച്ചെടുക്കണം നമ്മൾ. കത്തി കൊണ്ട് വടിക്കുമ്പോഴേ അത് പോകത്തുള്ളൂ. പോവാത്തത് ആ കത്തി കൊണ്ട് തന്നെ ഒന്ന് ചെത്തി കൊടുത്താൽ മതി. കത്തി കൊണ്ട് തന്നെ ഇങ്ങനെ വടിക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് പോയി കിട്ടുമേ. ഇത് നന്നാക്കി കഴിഞ്ഞിട്ട് നല്ലോണം കഴുകിയിട്ട് നമുക്ക് ഇറച്ചി നുറുക്കുന്നത് പോലെ നുറുക്കിയെടുക്കാം. ഇറച്ചിനേൽ കുഞ്ഞു കുഞ്ഞാക്കിയാണ് കേട്ടോ ഞാൻ നുറുക്കിയെടുത്തേക്കുന്നത്. ഇത് കുക്കറിലോട്ട് ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരിത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റും 5-6 പച്ചമുളകും ഉപ്പും മാത്രം ഇട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളി ഇത്തിരി കൂടുതൽ വേണം കേട്ടോ. ഇറച്ചിയുടെയൊക്കെ വേവ് തന്നെ ഇതിനുണ്ട് കേട്ടോ. ഒരു 10 വിസിലെങ്കിലും അടിക്കണം. അത് വെന്ത് വരുമ്പോഴേക്കാളും ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. നല്ലോണം വേണം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും. അത് ചതച്ചതും അതൊന്ന് ആദ്യം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കാളും ഒരു 10-20 അല്ലി കുഞ്ഞുള്ളിയും ഒരു ചെറിയൊരു സവാള അരിഞ്ഞതും വേപ്പിലയും മാത്രം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പച്ചമുളക് ഓൾറെഡി അതിനകത്ത് ഇട്ടേക്കണ കാരണമാണ് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. അത് നന്നായി ഒന്ന് വഴന്ന് വരുമ്പോഴേക്കാളും മൊരിയണ്ട, വഴന്ന് വന്നാൽ മതി. ഒന്ന് വാടി വരത്തില്ലേ, ആ സമയത്ത് 2 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. 1/2 സ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ കൂടുതലും കുരുമുളക് പൊടിയാണ് കേട്ടോ ഇതിന് ഉപയോഗിക്കുന്നത്. റോസ്റ്റാക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. മുളക് പൊടി ചേർക്കാണ്ടിരിക്കുന്നതിന് നല്ലത്. ആ ഒരു കളർ മാറിപ്പോവും. അതങ്ങ് വഴന്ന് വരുമ്പോഴേക്കാളും നമുക്ക് ആ വേവിച്ചത് അതിനകത്തോട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് പറ്റിച്ചെടുക്കുക. ആ ചാറൊന്ന് പറ്റി വരാനുള്ള പാകത്തിന് പറ്റിച്ചെടുക്കുക. ഇത്തിരി ഞാൻ റോസ്റ്റ് ആക്കിയാണ് എടുത്തേക്കുന്നത്. ചോറിനും ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ പറ്റുന്ന രീതിക്കാണ് എടുത്തേക്കുന്നത്. ബീഫിൻ്റെ പോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ മാംസം ഇരിക്കുന്നത്. ഇങ്ങനെ ബീഫിൻ്റെ നാക്ക് വാങ്ങിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.